ഹായ് ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നും ഇപ്പോൾ പെരുമാതുറ ബീച്ചിലാണ് വന്നിരിക്കുന്നത്. പെരുമാതുറ പുഴയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ ലൊക്കേഷനിൽ പോയി നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചുരുങ്ങിയ സമയം, ഒരു മാക്സിമം ഒരു 1 hour 2 hour നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അധികം നേരം നിന്നിട്ട് അവിടെ മീനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള സമയമൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും വരുന്നത് പെരുമാതുറയിലാണ്. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ നമുക്ക് ഒരു ഗ്യാങ് സെറ്റപ്പ് തന്നെയുണ്ട്. അപ്പോൾ ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള സീനിയേഴ്സ് ഒക്കെ ഒരുപാട് കാസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവരുടെ നിന്ന് കൂടുതൽ പഠിക്കാനും ഒക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ അവസരം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഓരോ ദിവസവും വന്നിട്ട് പോകുമ്പോഴും എനിക്ക് പുതിയ പുതിയ അറിവുകളുമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ട്രൈ ചെയ്യാൻ നോക്കുന്ന ഒരു മീനെങ്കിലും ഒരു മീനെ നമുക്ക് നല്ലൊരു മീനെ ക്യാച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാതെ ഒരുപാട് മീനെയൊന്നും പിടിച്ചിട്ട് നമുക്ക് അങ്ങനെയൊന്നുമല്ല നമ്മുടെ ചിന്ത. നമുക്ക് ശരിക്കും ഒരു എന്റർടൈൻമെന്റ് ആണിത്. അപ്പോൾ ആ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മീനിനെ എങ്കിലും പിടിക്കാൻ പറ്റിയാൽ അത്രയും സന്തോഷം. ഇല്ലാന്നുണ്ടെങ്കിലും സന്തോഷം. കാരണം നമ്മളൊരു സമയപ്പോക്കിനും സന്തോഷത്തിന് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം ഈ ആഴ്ച നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. കഴിഞ്ഞ ആഴ്ച നമുക്ക് കിട്ടിയില്ല, ഈ ആഴ്ച നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കൊരു 5-6 മണി വരെയൊക്കെയാണ് നമ്മുടെ ടാർഗറ്റ് ടൈം. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. വലിയ ലൂറാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എന്നാലും ചെന്നിട്ട് സബ്കിക്ക് മീൻ അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്കിയും ട്രൈ ചെയ്യും. അപ്പോൾ ചെറിയ മീനെങ്കിലും പിടിച്ചു എന്നൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്കതും ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കി ശേഷം വീഡിയോയിൽ. നമ്മുടെ ഫസ്റ്റ് കാസ്റ്റാണ്. നെടുവയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്പൂണല്ല ഉപയോഗിക്കുന്നത്, ലൂറാണ്. അപ്പം നമ്മൾ 40 LBയുടെ ഫ്ലൂറോ കാർബൺ മേടിച്ച് ഒരു 2 മീറ്റർ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാരണം ലാസ്റ്റ് ടൈം നമ്മുടെ കയ്യിൽ ഡിസ്റ്റൻസ് വളരെ കുറവായിരുന്നു. അപ്പോൾ ലൂക്കാനയുടെ സിംഗി ഫിംഗറാണ് യൂസ് ചെയ്യുന്നത്. വെള്ളം നല്ല തെളിഞ്ഞ് കിടക്കുവാണ്. എങ്ങനെയാണ് അവസ്ഥയെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ കാസ്റ്റ്. ആദ്യത്തെ ഗസ്റ്റ് വെറുതെ ആയി. അതിനുള്ളതാ നമ്മളൊന്ന് നിൽക്കുമ്പോഴത്തേക്ക് തിരക്കിന് മുകളിലോട്ട് ചാട്ടം. അതുവരെ കയറേണ്ടാത്ത തിരയായിരിക്കും. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ലൂറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് ലൂക്കാനയുടെ സിംഗി ഫിംഗർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 4 വേരിയൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ 2 വേരിയൻറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് ഒരു 3.5 കിലോയുടെ വറ്റ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ ഇതിൻ്റെ ടാങ്ക് നമ്മൾ എവിടെ നിർത്തി. അപ്പോൾ ഇതിൻ്റെ ടാങ്ക് ഒരു മിഡ് ഡീപ്പാണ്. അപ്പോൾ ഒരു 45 ഡിഗ്രിയിൽ ഇത് റൊട്ടേറ്റ് ആയിരിക്കുന്ന ടാങ്കാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 45 ഡിഗ്രിയിലാണ് എൻ്റെ റൊട്ടേഷൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു മിഡ് ഡീപ്പാണ്. ഓൾമോസ്റ്റ് നമ്മൾ നല്ലൊരു ലോങ് കാസ്റ്റ് കിട്ടുവാണെങ്കിൽ ഏകദേശം ഒരു മീറ്ററോളം വരെ താഴത്തിൽ നമുക്ക് 1.5 മീറ്റർ 1 മീറ്ററോളം താഴത്തിൽ നമുക്ക് ഇതിനെ ഇറക്കാൻ പറ്റും. അപ്പോൾ ഒരു ടോപ്പ് വാട്ടറിനും മിഡ് വാട്ടറിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു വേരിയൻ്റാണ്. അപ്പോൾ രണ്ട് സൈഡിലുള്ള മീനുകളെ ആകർഷിക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ കാസ്റ്റിങ് അല്പം റിസ്ക് എടുത്തു പോയി. കുഴപ്പമില്ല, പാറയുടെ ഇടയിലോട്ടായിപ്പോയി. റിട്രീവ് ചെയ്യാൻ നടക്കാനായിട്ട് സാധ്യത കൂടുതലുണ്ടായിരുന്നു. രക്ഷയില്ല. ഒരു കാസ്റ്റ് കൂടെ നോക്കിയിട്ട് നമുക്ക് അനക്കമൊന്നുമില്ലെങ്കിൽ റെസ്റ്റ് എടുക്കാം. അനക്കമൊന്നുമില്ല. അപ്പോൾ ഒരിക്കലൂടെ കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയാണ്. ഒന്നുമില്ല. ചൂണ്ട വെള്ളങ്ങളാണ് ആ കിടക്കുന്നത് മൊത്തം. അവര് എവിടെയാണ് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക അവിടെ. ഇവിടെ നിന്ന് ഇനിയിപ്പം വേറെ എവിടെയാണ് മീനിന്റെ അടി കൂടുതലുള്ളതെന്ന് അറിഞ്ഞിട്ട് അവര് അങ്ങോട്ട് വെച്ച് പിടിക്കും. നമ്മള് ലൂറൊന്ന് മാറ്റി. ഇപ്പം നമ്മൾ ലൂക്കാനയുടെ തന്നെ പെട്ടറാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ലൂറിനാണ് യൂസ് ചെയ്യുന്നത്. ഇത് 3 ഹുക്ക് വരുന്നതാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടയ്ക്ക് നടുക്കത്തെ ഹുക്കിൽ കയറി ഇടയ്ക്കിടയ്ക്ക് ഉടക്കി കളയും. പക്ഷെ ആക്ഷനൊക്കെ നല്ല ആക്ഷനാണ്. ചെമ്പല്ലിക്കൊക്കെ പറ്റിയ സാധനമാണ് പെട്ടറാൻ. ഇതാണ് പെട്ടറാൻ, ലൂക്കാനയുടെ. ക്യാബ്രോന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. മീനടിക്കേണ്ട സമയമായി വരുന്നു. പക്ഷെ നമുക്കിതുവരെ ഒരു വിളിയും കണ്ടില്ലെങ്കും. രാവിലെ മുതൽ വന്നിരുന്ന കൈച്ചൂണ്ടക്കാർക്ക് അത്യാവശ്യം തേടിനെയും പിന്നെ പാര എന്നീ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കൈച്ചൂണ്ടക്കാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ശരിക്കും റോഡ് കാസ്റ്റ് ചെയ്യുന്നവരൊക്കെ ഈ സമയത്തൊക്കെ എത്തത്തേ ഉള്ളൂ. വൈകിട്ടാണ് മീൻ അടിക്കുന്നത്. ഇപ്പം നെടുക അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്നലെയും നെഞ്ഞാന്നൊക്കെ ആയിട്ട് നെടുക ഇവിടെ കിടന്ന് നല്ല അടി അടിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും കിട്ടിയില്ല. എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താ സംഭവം എന്നറിയില്ല. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ ചൂണ്ടയിടുന്നവരെല്ലാം ശോകം തന്നെയാണ്. ചൂണ്ടക്കാരൊക്കെ ഇവിടെ വന്ന് ആ കാണുന്ന പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അവര് റൂട്ട് നോക്കി കോള് വിളിച്ച്, ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നിടത്ത് കോള് വിളിച്ച് മീനിന്റെ എവിടേക്കാണ് മീൻ ഇറങ്ങിയിട്ടുള്ളതെന്ന് അറിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. ഇവർ പരസ്പരം കമ്മ്യൂണിക്കേഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. കൊല്ലത്ത് കിടക്കുന്നവരും ഇവിടെ കിടക്കുന്നവരുമായിട്ട് പോലും കമ്മ്യൂണിക്കേഷനുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് എവിടെയാണ് മീനുള്ളതെന്ന് അറിഞ്ഞിട്ട് അവർ ആ സൈഡിലേക്ക് വെച്ച് പിടിക്കും. എത്ര മാറിലാണ് മീനുള്ളത്, ഏത് ഡയറക്ഷനിലാണ് മീനുള്ളത് എന്നുള്ളതൊക്കെ. ഇവിടുത്തെ ഡയറക്ഷൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ഹാർബറിന്റെ പേര് പറയും, 2 പരവൂർ പൊഴി, പിന്നെ ചെറിയങ്കീഴ് ലൈറ്റ് ഹൗസ്, വർക്കല ബീച്ച്, പിന്നെ VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആ ഒരു VSSCയുടെ ഡയറക്ഷൻ. ഇങ്ങനെ ഓരോ സ്ഥലം വെച്ചിട്ട് അവിടുന്ന് എത്ര മാറിയാണ് മീൻ കിടക്കുന്നത്. മാറെന്ന് പറയുന്നത് ഒരു അളവാണ്. ഒരു ഇതിന്റെ കറക്റ്റ് കിലോമീറ്റർ ദൂരം എനിക്കറിയത്തില്ല. എത്ര കിലോമീറ്ററാണ് ഒരു മാറെന്നുള്ളത് എനിക്കറിയത്തില്ല. മാറെന്ന് പറയുന്നത് കിലോമീറ്റർ അല്ല, എനിക്ക് തോന്നുന്നു ആഴമാണെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് വലിയ പിടുത്തമില്ല. അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. നമുക്ക് അനക്കമൊന്നുമില്ല. നമുക്കൊന്ന് ജിഗ് ചെയ്ത് നോക്കാം. നമ്മുടെ
ഹാൽക്കോടെ ഒരു ജിഗ് നമ്മൾ അധികം ഉപയോഗിച്ചിട്ടില്ല. ഇവൻ വെയിറ്റ് കുറവാണ്, 15 ഗ്രാം സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലോങ് കാസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല ഇവനെ. ഇവനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജിഗ് ചെയ്ത് നോക്കാം, നോർമൽ റിട്രീവ് ചെയ്യുന്നല്ലാതെ. ഒരു 3 സെക്കൻഡ് അവനെ ഒന്ന് സിങ്ക് ചെയ്യാൻ ടൈം കൊടുത്തിട്ട് റിട്രീവ് ചെയ്യാം. ജിഗ് ചെയ്ത് തന്നെയാണ് റിട്രീവ് ചെയ്യുന്നത്. ഡൗൺ സൈഡ് കീപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഡെപ്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആഴം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ട്രൈക്ക് ഉണ്ടായിരുന്നു, അത് എന്താ പറ്റി, സ്ട്രൈക്ക് ആണോ അതോ ഇനി വേറെ വല്ലതും തട്ടിയതാണോ എന്ന് അറിയത്തില്ല. അത് നോക്കാം. ഉടക്കി ചേട്ടാ ഉടക്കി. എങ്ങനെയാ കൈക്കെടുത്തട്ടാനാ? കയറ്റി ചെയ്ത് വെക്കണം. ആ ഇങ്ങനെയല്ലേ, മേളിലോട്ട്. ഹാൽക്കോടെ ജിഗ്. ഞാനധികം ഉപയോഗിച്ചിട്ടില്ല അതങ്ങനെ. എനിക്ക് റിട്രീവ് ചെയ്യുമ്പോ പെട്ടെന്ന് കയറി ഇറങ്ങിയതാ. ഇതെല്ലാം അടിച്ചു കയറ്റിയതാണോന്ന് അറിയാൻ വയ്യ. മോളിൽ കൂടെ വന്നത് പെട്ടെന്ന് താന്നെ പോയി. സ്ട്രെയിറ്റ് ഇങ്ങനെ വന്നതാ. പക്ഷെ മോളിൽ കൂടെ വന്നത് പെട്ടെന്ന് എങ്ങനെ കയറിയെന്ന് അറിയാൻ വയ്യ. എനിക്ക് പൊട്ടിക്കട്ടെ, അടിച്ചു കയറ്റിയതാണോ ഒരു ഡൗട്ടുണ്ട്. കാരണം മോളിൽ നിൽക്കുമായിരുന്നു. ലീഡറുണ്ട്. നമ്മുടെ ഹാൽക്കോടെ ജിഗ് പോയി. ഹാൽക്കോടെ ജിഗ് പോയി. നമ്മൾ റപ്പേല ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ജിഗ് തൽക്കാലത്തേക്ക് ഇടുന്നില്ല. റപ്പേല ആദ്യത്തെ കാസ്റ്റ്. അതിനെ സൂക്ഷിക്കണം, കാരണം ഇവൻ ഡീപ്പ് വാട്ടർ ആണ്. നമ്മൾ റപ്പേല റെഡ് ഹെഡ് ഒന്നും മാറ്റി. ഇപ്പോൾ നമ്മൾ BTXന്റെ ഒരു ഡീപ്പ് വാട്ടർ ലൂറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് അകത്ത് കിലുക്കൊക്കെ ഉള്ളൊരു ടൈപ്പാണ്. ഇവനും ഡീപ്പ് വാട്ടർ ആണ്.
നമ്മളിപ്പോൾ ഇതുവരെ അത്യാവശ്യം ഒരു 4-5 ലൂറ് മാറ്റി പരീക്ഷിച്ചു. ഒരു ജിഗ് നമുക്ക് കയ്യിൽ നിന്ന് പോയി ഹാൽക്കോടെ. നല്ലൊരു ജിഗായിരുന്നു അത്, അധികം ഉപയോഗിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേള റെഡ് ഹെഡിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് ലോങ് കാസ്റ്റ് ചെയ്യാൻ പറ്റും. ആർക്കും ഇതുവരെ ഒരു ചെറിയ മീൻ പോലും അടിച്ചില്ല. നമുക്കടിക്കാത്തതിൽ അപ്പോൾ നമ്മൾ പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കാം നമുക്ക് ലക്കുണ്ടോ ഇല്ലയോ. ഇതിനെ റിട്രീവ് ചെയ്യുമ്പോൾ ഒരു മീഡിയം സ്പീഡിൽ റിട്രീവ് ചെയ്താൽ മതി. നല്ല ആക്ഷനാണ്. ടോപ്പ് വാട്ടറിൽ നമുക്കിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്യാമറയുടെ കുഴപ്പം കൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ നേരിട്ടാണെന്നുണ്ടെങ്കിൽ അവനൊരു ഏകദേശം ഒരു 40 സെൻറ്റിമീറ്റർ താഴത്തിൽ വേണ്ട ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അവൻ നല്ല ദൂരത്തു നിന്ന് തന്നെ നമുക്ക് അവനെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം. നല്ല മൂവ്മെൻറ്റാണ്. ഈ കിടപ്പുണ്ടെങ്കിൽ അടിക്കാതിരിക്കാനുള്ള ഒരു കാരണവുമില്ല. നല്ല ബാലൻസിങ് ആണ്. നമ്മളിപ്പോൾ ഇവനെ റിട്രീവ് ചെയ്യാതെ വെള്ളത്തിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പിന്നെ സ്റ്റേ ചെയ്യുന്നത് ഈ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും, സ്ട്രെയിറ്റ് തന്നെ ആയിരിക്കും, നല്ല രീതിയിൽ തന്നെ സ്റ്റേ ചെയ്യുന്നത്. ഒരു ചരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അകത്ത് ബോൾസ് ഉണ്ടെങ്കിൽ കൂടിയും ആ ചരിവും കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല ബാലൻസ് ചെയ്താണ് നിൽക്കുന്നത്. ഇതിനെ ഈ ഒരു കാസ്റ്റും ഇത് കഴിഞ്ഞൊരു കാസ്റ്റും കൂടെ നോക്കിയിട്ട് അനക്കമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷാഡൊന്ന് ട്രൈ ചെയ്യാം. നല്ല ഡീപ്പ് വാട്ടറിലാണ് മീൻ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു മിഡ് വാട്ടർ നമ്മൾ നോക്കി, ടോപ്പ് വാട്ടർ നമ്മൾ ഇവനൊരു ഡീപ്പ് വാട്ടറും ടോപ്പ് വാട്ടറും രണ്ടും കൂടെ ചേർന്നാണ് നമ്മൾ സ്പീഡ് ചെയ്യുന്ന സ്പീഡ് അനുസരിച്ചിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അവിടെയും അനക്കമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഡീപ്പ് വാട്ടർ ഒന്ന് നോക്കാം. ഷാഡിനെ ഒന്ന് ട്രൈ ചെയ്യാം. ഇത് ഫിഷിങ്ങിന് ഇറങ്ങുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയൊരു സങ്കടം മീൻ കിട്ടാത്തതല്ല, നമ്മുടെ ലൂറ് നഷ്ടപ്പെടുന്നതാണ്. കടൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റ് തുടങ്ങി മറ്റുള്ള ചെറിയ മഴയും തുടങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റ്. തോന്നുന്നു മഴയാൻ തോന്നുന്നല്ലേ. ഓക്കെ, പോവാനുള്ള പ്രിപ്പറേഷൻ ചെയ്യാം, ഇല്ലെങ്കിൽ പണി മേടിക്കും. മഴയാണ്, നല്ല മഴയാണ്. നമ്മുടെ ക്യാമറയുടെ വാട്ടർ പ്രൂഫ് കേസ് അവിടെ വെച്ചിട്ട് ബാഗിൻ്റെ കൂടെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ വെള്ളത്തിലാവും. ഹായ് ഗൈസ്. അപ്പോൾ നേരത്തെ നമ്മൾ മഴയായതുകൊണ്ട് നമുക്ക് ക്യാമറയുടെ കേസ്, നമ്മൾ വാട്ടർ പ്രൂഫിൻ്റെ കേസ് ഇന്ന് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്യാമറ മാറ്റി വെച്ചിട്ട് മഴയത്ത് നിന്ന് ഫിഷ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഇരുട്ടി തുടങ്ങിയ സമയത്ത് ഇപ്പം നല്ല ഇരുട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, എനിക്ക് നല്ലോണം അറിയാം. ഫുള്ള് ഇരുട്ടാണ്. അപ്പോൾ എന്നെ തന്നെ ഈ വെട്ടത്തിൽ കാണാൻ പറ്റുന്നോ ഇല്ലെന്ന് അറിയാൻ വയ്യ. മൊബൈലിൻ്റെ ഫ്ലാഷ് വെട്ടത്തിലാണ് നിങ്ങളിപ്പോൾ എന്നെ കാണുന്നത്. അപ്പോൾ നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട്. അടിച്ച മൊത്തം പാരയാണ്. അപ്പോൾ നമുക്ക് മീനെ ഞാനൊന്ന് കാണിച്ചു തരാം. കഷ്ടകാലത്തിന് ഞാനിന്ന് ഇറങ്ങിയപ്പോൾ കവറും എടുക്കാതാണ് ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ കുടയ്ക്കകത്താണ് മീനെ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് എടുത്ത് നിരത്താം. അപ്പോൾ നമുക്ക് പാരയാണ് കിട്ടിയിരിക്കുന്നത്, വെള്ളപ്പാരയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫുള്ള് ഇരുട്ടി കിടക്കുകയാണ്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്നെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഫ്ലാഷിൻ്റെ വെട്ടത്തിൽ. അപ്പോൾ നമ്മൾ അവസാനം ചെറിയ ജിഗ് ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റ് ട്രൈ ചെയ്ത ജിഗ് ഇട്ടിട്ടാണ് നമുക്കിപ്പോൾ ഈ പാര കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് അവിടെ കല്ലിൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് ഇരുട്ടായി കഴിഞ്ഞു. അപ്പോൾ ഈ ഇരുട്ടത്തിഞ്ഞ് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഫിഷിങ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ എനിക്കിപ്പോൾ പൊതുവെ ഒന്നൊരു പരാതിയാണ്, ഞാൻ
എൻഡ് ഒരിക്കലും പറഞ്ഞ് ചെയ്യാറില്ല, എൻ്റെ ഒരു എൻഡിങ് കൊടുക്കാറില്ല. അതിപ്പോൾ പറയാൻ പറ്റത്തില്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ടയേർഡായിട്ടായിരിക്കും ചിലപ്പോൾ നിർത്തുന്നത്. എൻ്റെ മാക്സിമം എനർജിയിൽ അങ്ങേ അറ്റം വരെയൊക്കെ ഞാൻ നിന്ന് ഫിഷ് ചെയ്യും. പിന്നെ നമ്മുടെ ബാറ്ററി ബാക്കപ്പ് ഗോപ്രോയുടെ, അപ്പോൾ എപ്പോഴാണ് മീൻ അടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഈ സാധനം നമുക്ക് ഓൺ ചെയ്ത് തന്നെ വെച്ചേക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ മീൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് സഡനായിട്ട് ഇത് ക്യാമറ എടുത്ത് ഓൺ ചെയ്യുന്നതൊക്കെ വലിയ പാടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. അപ്പോൾ ഇന്ന് എന്തായാലും ഞാനൊരു എൻഡിങ് തന്നിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ അടുത്ത ആഴ്ച അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.